ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചമുളക് ഇട്ട കണവത്തോരൻ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കണവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കണവയുടെ തല പതുക്കെ വലിച്ചൂരി അതിനകത്ത് ഒരു മഷി പോലത്തെ ഒരു സാധനമുണ്ട്, അതിനെ പതുക്കെ ഇളക്കി പൊട്ടിച്ച് കളയണം. അത് കഴിഞ്ഞിട്ട് ഒരു കല്ല് പോലത്തെ ഒരു സാധനമുണ്ട്, അതും തലയ്ക്കകത്താണ്ടിരിക്കുന്നത്, അതിനെ എടുത്ത് കളയണം. പിന്നെ കണവയിൽ ഒരു നാക്കുണ്ട്, അതും പതുക്കെ വലിച്ചൂരണം. കണവയുടെ മഷി പതുക്കെ പൊട്ടാതെ വലിച്ചെടുക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തം മഷിയായിട്ട് അത് കലങ്ങി വരും. അതുകൊണ്ട് പതുക്കെ പൊട്ടാതെ വേണം വലിച്ചെടുക്കാൻ. എൻ്റേത് ഒരെണ്ണം പൊട്ടിപ്പോയി, അതാണ് അത്രയും വെള്ളം കറുത്തു പോയത്. ഇനി പതുക്കെ പതുക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ കണവയെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിനാണ് കട്ട് ചെയ്യുന്നത്. വലിയ കണവയാണെങ്കിൽ നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഇതെൻ്റേത് ചെറിയ കണവയാണ്. തല വേണമെങ്കിൽ കട്ട് ചെയ്ത് മുറിച്ചിടാം. ഇനി നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കണം. അതിനകത്ത് നിറച്ച് മണ്ണുണ്ട്, നന്നായിട്ട് കഴുകണം. ഇപ്പം നമ്മുടെ കണവ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് തേങ്ങ ചെറുതായിട്ട് മുറിച്ചത്, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്ത് സ്റ്റൗ ഓണാക്കി വെക്കാം. അത് കുറച്ച് നേരം ഇരുന്ന് വേവട്ടെ. വെള്ളം വറ്റുന്നത് വരെ വേവണം. അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം നമുക്കതിനുള്ള കൂട്ട് റെഡിയാക്കാം. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ, അതും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കണവ ഏകദേശം വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റാം. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, അതും കൂടി ഒന്ന് അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കണവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി വരുന്നത് വരെ വയ്ക്കാം. ഒന്ന് കൂട്ടൊന്ന് വേവട്ടെ. ഇപ്പോൾ കൂട്ടൊക്കെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിക്കാം. കൂട്ട് നന്നായിട്ട് മൂക്കട്ടെ. ഇപ്പം നമ്മുടെ കണവത്തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കണവത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.